ശിവനെയാണ് വിളിച്ചാലോ? വേണ്ട, അവളെ വിളിക്കണ്ട. അവളുടെ അമ്മ അവളെ ചീത്ത പറയും. ചിലപ്പോ നമ്മളെയും ചീത്ത പറയും. വെറുതെ നമ്മളെന്തിനാ ചീത്ത കേൾക്കണേ? അതായത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആ ശരി, നമുക്ക് നോക്കാം. അവളെ അവിടെ കാണാനില്ലല്ലോ. അവളെങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവും. ഏയ്, വാതിൽ തുറന്നാ കിടക്കണേ. ആ, വാതിൽ തുറന്നല്ല കിടക്കണ്. അപ്പ അവളവിടെ ഉണ്ടാവും. ആ, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാട്ടാ. എന്തിയേ? ഇവിടെ ശിവനിയൊന്നുമില്ല. പോയേ ആ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയേ. ശിവനി ഇല്ല. ശിവനിയുടെ വീടില്ല കളിക്കാനായിട്ട്. പാടി പാടി നമുക്ക് പോവാടി. കിണറൂത്താണോ? കിണറൊന്നുമല്ല. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെളി പോലെ ആക്കിയിട്ട് പാടത്തെ ഞാറ് നടണ പോലെ നമുക്ക് ഈ പുല്ലൊക്കെ നടാം. കുത്തിട്ട് താഴെയുള്ളല്ലോ. ആ ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങോട്ട് എടുത്തേ. നീ ചെറിയ ചെറിയ പുല്ലിങ്ങോട്ട് പറിച്ച്. അപ്പോഴേക്കും ഞാനിവിടെ ചെളിയാക്കി കണ്ടം പോലെ ഇടാം. ഞാനും കൂടി ആക്കാം. എന്നിട്ട് നമുക്ക് പുല്ല് പറിക്കാം. നല്ല രസമുണ്ട്. അഡ പോലെ ഉണ്ടല്ലോ. എന്നാ നീ അത് കുറച്ച് പഞ്ചസാര ഇട്ട് തിന്നോ. This is a boy. This is a dog. This is a cat. This is a car. This is a big. ശിവന്യ, അമ്മ ദേ കുളിക്കാൻ വേണ്ടി പോവാട്ടാ. കഴിഞ്ഞാ പഠിച്ചു കഴിഞ്ഞ? അമ്മ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളും കളിക്കാൻ പോട്ടെ. അവിടെ റോട്ടില് ആ പിള്ളേര് ഇരുന്ന് കളിക്കുന്നുണ്ട്. അവിടെ പോവാൻ നിൽക്കണ്ട. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ കൂടെ പോയി കളിക്കാൻ നിൽക്കണ്ടാന്ന്. അതും പുറത്തേക്ക് പോവാൻ നിൽക്കണ്ട. നിന്റെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വല്ല കാർട്ടൂൺസ് ഇരുന്ന് കാണ്. അല്ലാതെ അങ്ങോട്ട് പുറത്തൊന്നും പോയി കളിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ ദേ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരുന്നോളാം. ശിവന്യ, ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ. ശിവന്യ കാണില്ലല്ലോ. ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടും കൊടുക്കണം. എടി ശിവന്യേ, ഡീ ഇങ്ങോട്ട് വാടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരാൻ? എഴുന്നേക്കടി, എഴുന്നേക്കാൻ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവരുടെ കൂടെ കളിക്കാനായിട്ട് വരാനെന്ന്. വേണ്ട, ഇങ്ങോട്ട് വരാൻ. എഴുന്നേക്കാൻ പറഞ്ഞാ വരാൻ പോയിട്ട് നിന്നോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവിടെ എങ്ങനെ ഇരുന്നാ മതി. അച്ഛൻ വരട്ടെ, പറയുന്നത്. അത് കുഴപ്പമില്ല. വീടിന്റെ അകത്താണെങ്കിൽ അമ്മ, ഞാൻ എന്നും വീട്ടിൻ്റെ അകത്തില്ലേ. എനിക്ക് അവരുണ്ടാവില്ലേ പുറത്തു പോയി കളിക്കാൻ? അവരൊക്കെ പാടത്തും പറമ്പിലും പണിയുന്ന ആൾക്കാരെ മക്കളാ. ഒരു വൃത്തിയും വെടിപ്പൊന്നും ഉണ്ടാകൂല. ഒരു 100 പ്രാവശ്യം നിന്നോട് പറയണത്. ഇനി മേലെ നീ അവരോട് പോയി കളിച്ചിട്ടുണ്ടെങ്കിൽ കാലും കൈയൊക്കെ വൃത്തിയേടായിട്ട് ഇനി ഡെറ്റോൾ ഇട്ട് കഴുകണം. എഴുന്നേക്ക്, ബാ എഴുന്നേക്ക്. വാ ഇങ്ങോട്ട് നടക്ക്. നിക്ക്, കൈ രണ്ടും താ. കൈ കാണിക്ക്. ഇരുന്നോട്ടാ.
ഹലോ ബോസ്. ആ, എന്നോട് മുരിയാടുണ്ട്. ഇന്ന് എന്തായാലും അവളെ പൊക്കിയിരിക്കും. ഇന്ന് മിസ്സാവില്ല. ഓക്കെ, ശരി ബോസ്. വരാൻ സമയമായില്ല. കാണാതെ പിള്ളേരുടെ ഒച്ച കേൾക്കണല്ലോ. ഏത് നേരം കളി തന്നെ ഈ പിള്ളേർക്ക്. എങ്ങനെ വീണ നീ? ഇവിടെ ഒച്ചയും ബഹളോ കേട്ടത്? നിങ്ങൾ എന്തെങ്കിലും പറയ്, എന്താണ്? എന്തെന്റെ മോൾക്ക് പറ്റിയത്? ഇവരുണ്ടോരോ? ഇവരെങ്ങനെ രക്ഷിച്ചു? വായോ, ചോക്ലേറ്റ് തരാം. വാ കുഞ്ഞെ, ചോക്ലേറ്റ് തരാം. എനിക്കൊന്നും വേണ്ട ചോക്ലേറ്റ്. വായോ, ചോക്ലേറ്റ് തരാം മാമൻ. വാ. അയ്യോ, ദേശിവിനെ പിടിച്ചോണ്ടോട്. കൂടി രക്ഷിക്കാം. കളിക്കടിയാണ് ഇപ്പൊ കടിക്കും. കളവിലക്കി വടിക്കണ്ടോകരുത്. അയാൾ എങ്ങോട്ട് പോയി? അയാൾ അപ്പൊ തന്നെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. താങ്ക്സ് മക്കളെ. നിങ്ങൾ എന്തോരം ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്തോരം ഞാൻ ആട്ടി വിട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മോളെ രക്ഷിക്കാനായിട്ട് നിങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റീനോട് ക്ഷമിക്ക്. ജാതിയോ മതമോ വിദ്യാഭ്യാസമോ ജോലിയോ നിറമോ വച്ചല്ല നാം ഓരോ മനുഷ്യൻ്റെയും മൂല്യത്തെ നിർണ്ണയിക്കേണ്ടത്. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ചങ്കിൽ കത്തികുത്തി ഇറക്കുന്ന വേദന ഉണ്ടാക്കാം. അത് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കാനായാൽ വലിയ പുണ്യമാണ്. കാരണം തെറ്റുകൾ മാനുഷികവും മാപ്പ് ചോദിക്കുന്നത് ദൈവികവുമാണ്.